عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കുമെല്ലാം പടച്ച റബ്ബ് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയെല്ലാം സൂചിപ്പിച്ചതുപോലെ ധാരാളം ഫിത്നകൾക്കും ഒട്ടനവധി പരീക്ഷണങ്ങൾക്കും ഇടയിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൽ ഖാബിലി അലൽ ജംർ എന്ന് പറഞ്ഞ തീക്കനൽ പിടിച്ചവനെ പോലെയാണ് എന്ന അവസ്ഥ അക്ഷരം പ്രതി യാഥാർത്ഥ്യമായി വരുന്നിടത്താണ് കാര്യങ്ങൾ എത്തിനിൽക്കുന്നത്. ഏത് പ്രതിസന്ധികൾ മേൽക്കുമേലെ വന്നാലും സത്യവിശ്വാസി നിരാശപ്പെടാൻ പാടില്ല. പ്രതീക്ഷയാണ് വിശ്വാസിക്ക് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, യുഅ്ജിബുനി അൽ ഫാൽ, എനിക്കേറെ ഇഷ്ടമുള്ളതാണ് ഫാൽ. സ്വഹാബിമാർ ചോദിച്ചു, എന്താ നബിയെ ഫാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല കലിമത്തുൻ തയ്യിബ, നല്ല വർത്തമാനങ്ങൾ പറയുക, ശുഭപ്രതീക്ഷകൾ വെച്ചു പുലർത്തുക, എവിടെയും ഖൈറിനെ പ്രതീക്ഷിക്കുക, പടച്ച റബ്ബിനെ കുറിച്ച് പോലും ഹുസ്നുൽ ളന്ന്, സൽവിചാരം ഉണ്ടാവുക, അതൊക്കെയാണ് ഫാൽ എന്ന് പറഞ്ഞ ആ പദം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. സത്യവിശ്വാസിക്ക് ഏത് സമയത്തും ഉണ്ടാവേണ്ടത് ശുഭപ്രതീക്ഷകളാണ്. അത് അനിവാര്യമായും ഉണ്ടാവേണ്ടത് രണ്ട് സ്വഭാവങ്ങളാണ്, അൽ യഖീനു വത്തവക്കുൽ. ഒന്ന് യഖീനാണ്, പടച്ചറബ്ബിനെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ബോധ്യമാണ്.
റബ്ബിന്റെ നാമഗുണവിശേഷങ്ങൾ വഴി റബ്ബിനെ മനസ്സിലാകുമ്പോൾ അവന്റെ ഖലാ ഖദർ കൃത്യമായി ബോധ്യപ്പെട്ട് വിശ്വസിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്നതാണ് യഖീൻ എന്നത്. റബ്ബ് കൈയൊഴികയില്ല എന്നും റബ്ബ് സഹായിക്കുമെന്നും പടച്ച റബ്ബിന്റെ വാഗ്ദാനം അവൻ പാലിക്കുമെന്നുമെല്ലാമുള്ള ഉറച്ച ബോധ്യമായ യഖീനിന്റെ ഭാഗമാണ്. മറ്റൊന്നാണ് തവക്കുൽ, പടച്ച റബ്ബിനെല്ലാം ഏൽപ്പിക്കുക, തവക്കുലാക്കുക, ഫലമേൽപ്പിക്കുക. യഖീനും തവക്കുലുമൊന്നും കേവലമായ ചില പദപ്രയോഗങ്ങളല്ല. തവക്കൽത്തുള്ള എന്ന് എഴുതി വെച്ചതുകൊണ്ട് തവക്കുലുണ്ടാകണമെന്നില്ല. അത് ബോർഡായും സ്റ്റിക്കറായും വാഹനങ്ങളിലും വീടുകളിലുമെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് തൂക്കിയിട്ടാൽ മാത്രം അത് തവക്കുലാവുകയില്ല. ജീവിതത്തിന്റെ ഏതേതു ഘട്ടത്തിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന ആ ഉറച്ച ബോധവും ആ റബ്ബിനെ ഏൽപ്പിക്കാനുള്ള മനസ്സും അതാണ് തവക്കുലെന്നത്. തവക്കുൽ രണ്ടു വഴിക്ക് ആളുകൾ വഴിമാറി സഞ്ചരിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒന്ന് സൂഫികൾ, ത്വരീഖത്തുകാർ. അവർ തവക്കുലിന്റെ പേരും പറഞ്ഞ് അനിവാര്യമായും ചെയ്യേണ്ട കാര്യങ്ങളെപ്പോലും ഒഴിവാക്കി അസ്ബാബുകളെപ്പോലും മാറ്റിവെച്ച് അധ്വാനിക്കാൻ പോകാതെ, ജോലി ചെയ്യാതെ, രോഗമെന്നാൽ ചികിത്സിക്കാതെ, ന്യായമായ ഹലാലായ വഴികളൊന്നും സ്വീകരിക്കാതെ തവക്കുലാക്കി എന്നും പറഞ്ഞിരിക്കുന്ന പ്രവണത അത് തവക്കുലല്ല, അത് തവാക്കുൽ എന്നാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. അത് ഫലമേൽപ്പിക്കലല്ല, അതിന്റെ പേരിലുള്ള നാട്യങ്ങളാണ്, തെറ്റായ തവക്കുലാണ് എന്നർത്ഥം. മറ്റൊരു ഭാഗത്ത് ഈ അസ്ബാബുകൾ, നിമിത്തങ്ങളെ മാത്രം അവലംബിക്കുന്ന, അതിനെ മാത്രം ആശ്രയിക്കുന്ന, പടച്ച റബ്ബിനെ വിസ്മരിക്കുന്ന, ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ എല്ലാമായി എന്ന വിചാരത്തിൽ അതിലേക്കെല്ലാം സമർപ്പിക്കുന്ന രീതികളും സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടിലും മധ്യയാണ് ശരിയായ തവക്കുൽ എന്നത്. പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായും ഏൽപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, അവൻ അനുവദിച്ച ന്യായമായ ഹലാലായ മാർഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്യലാണ് ശരിയായ തവക്കുൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പടച്ച റബ്ബിനെ തവക്കുലാക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുമെന്നാണ് ഓതിവെച്ച ആയത്തിലും സമാനമായ ധാരാളം വചനങ്ങളിലും എല്ലാം അല്ലാഹു തആല പരിചയപ്പെടുത്തി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്നാണ്. റബ്ബിൽ തവക്കുലാക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവൻ മതി അവന്. ആ തവക്കുലാക്കിയവന് അല്ല മതി, പിന്നെ അത് സംശയം ഉണ്ടാകാൻ പാടില്ല. തവക്കുലാക്കി എന്നാലും ബുദ്ധിമുട്ടാവോ, ശരിയാവാതെ പോകുമോ, ആ സംശയമുണ്ടെങ്കിൽ പോലും അത് ശരിയായ തവക്കുലല്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ തവക്കുലിന്റെ വല്ലാത്ത മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയപ്പെടുമ്പോഴും പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി എന്ന പ്രഖ്യാപനമായിരുന്നു. നാടൊന്നാകെ ഒരുമിച്ചുകൂടി ഐക്യകണ്ഠേന എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് വലിയ തീകുണ്ടാരമൊരുക്കി ആ തീകുണ്ടാരത്തിലേക്ക് താൻ എറിയപ്പെടുമെന്ന് ബോധ്യമാകുമ്പോഴും ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി എന്ന ആ ഒരു പ്രഖ്യാപനം, ഒരു പൊടുതികേട് പോലുമില്ലാതെ, ഒരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള അക്ഷമയുടെ ഒരു വാക്ക് പോലുമില്ലാതെ, പടച്ചവനെ കുറിച്ച് മോശമായ വിചാരം പോലും വെച്ചു പുലർത്താതെ അതിന്റെ നബിയായിട്ട് ഖലീലായിട്ട് എനിക്കിങ്ങനെ എന്റെ റബ്ബന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു എന്ന ആ ഒരു സമാധാനക്കേടിന്റെ ഒരു വാക്ക് പോലും പറയാതെ ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി എന്ന ആ പ്രഖ്യാപനം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഇടപെടുകയും സഹായിക്കുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിന്റെ വഹയ് പ്രകാരം ഇസ്രായേൽ മക്കളെയും കൂട്ടി ആ ഫിർഔനിന്റെ ഭരണമുള്ള ഈജിപ്തിൽ നിന്ന് രാത്രി സ്വകാര്യമായി രക്ഷപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബിന്റെ കൽപ്പനയായിരുന്നു അന്നസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഉൻ, രാത്രി എന്റെ അടിമകളെയും കൂട്ടി നീ അവിടുന്ന് പോകണം,
പക്ഷെ നിങ്ങളെ അവർ പിന്തുടരുമെന്ന് അല്ലാഹു തആല വഹി നൽകിയിരുന്നു. റബ്ബിന്റെ വഹയി പ്രകാരം റബ്ബ് പറഞ്ഞ ദിശയിലേക്ക്, റബ്ബ് പറഞ്ഞ സമയത്ത്, റബ്ബ് പറഞ്ഞ രാത്രിയിൽ തന്റെ അനുയായികളായ ഇസ്രായേൽ മക്കളെയും കൂട്ടി ഇബ്രാഹിം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രാത്രി സ്വകാര്യമായി പുറപ്പെട്ടു പോവുകയും വിവരമറിഞ്ഞ ഫിർഔനും സംഘവും പിന്തുടരുകയും ചെയ്തു. നേരെ പോയി കടലിന് മുമ്പിലേക്ക് എത്തി. മുന്നോട്ട് പോകാൻ വഴിയില്ല. കടലിൽ നിന്ന് ആർത്തലച്ചു വരുന്ന ഫിർഔനും സംഘവുമാണ്, അതിന്റെ അണയുടികളാണ് കേൾക്കാൻ കഴിയുന്നത്. എന്തു ചെയ്യും? കൂടെയുള്ള ആളുകൾ പോലും പറഞ്ഞുപോയി, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നാം പിടിക്കപ്പെട്ടത് തന്നെ, നമ്മുടെ കഥ കഴിഞ്ഞു, നാം പിടിക്കപ്പെട്ടു, മുന്നോട്ട് പോകാൻ കഴിയില്ല, പിൻവാങ്ങിപ്പോകാനും കഴിയില്ല, ഇനി എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴും മൂസാ നബിയുടെ മറുപടി ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, ഇല്ല, കാര്യം അങ്ങനെയല്ല. കല്ലാ, നിങ്ങളാ വിചാരിക്കും പോലെ അല്ല കാര്യം. കാരണം പടച്ചറബ്ബിന്റെ വഹയ് പ്രകാരമാണ് പോയത്. റബ്ബ് പറഞ്ഞ സമയത്താണ്, റബ്ബ് പറഞ്ഞ ദിശയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മാർഗമുണ്ടാക്കാതിരിക്കില്ല. ഒരു ചെറിയ സംശയം പോലും വിട്ടുപോയ റബ്ബില്ല, ആ തോന്നൽ പോലും ഉണ്ടായില്ല. ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവർക്ക് മാർഗം കാണിച്ചു തരുമെന്നാണ്. ഇനി എന്താ മാർഗം കാണിക്കാനുള്ളത്? നിനക്കിനെ ആലോചിച്ചാൽ ഒരു മാർഗവുമില്ല, മുന്നോട്ട് പോകാനും വഴിയില്ല, പിന്മാറിപ്പോയാനും കഴിയില്ല. ഇനി എന്ത് ചെയ്യും? പ്രത്യേകിച്ച് മുമ്പിൽ വഴികളൊന്നുമില്ല. എന്നിട്ട് പോലും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്തും ആ ഒരു മുസ്ലിമിയുടെ പ്രഖ്യാപനം, ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം, അതാണ് ശരിയായ തവക്കുൽ എന്ന് പറയുന്നത്. അതേപോലെ മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാവ് ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലേക്ക് എറിയുമ്പോഴും അവർ പടച്ചറബ്ബിൽ തവക്കുലാക്കി എന്ന് തഫ്സീറുകളിൽ വ്യാഖ്യാനങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹു തവക്കുലാക്കിക്കൊണ്ടാണ് അവർ ആ കുട്ടിയെ പുഴയിലേക്ക് എറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇടപെടുകയും രക്ഷപ്പെടുത്തുകയും, ഏത് ഫിർഔനെ പേടിച്ചാണോ നദിയിലേക്ക് എറിയേണ്ടി വന്നത്, അതേ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ ആ കുട്ടിയെ വളർത്താൻ ആവശ്യമായ സംവിധാനം ഒരുക്കുകയും ചെയ്തത് പടച്ചറബ്ബിന്റെ ഇടപെടലാണ്. സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ, പ്രവാചകവചനങ്ങളിൽ എല്ലാം കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു, ലൗ അൻകും തതവക്കലുന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്വയ്റു തഗ്ദു ഖിമാസ വതറൂഹു ബിത്വാന, നിങ്ങൾ ശരിയായ വിധത്തിൽ പടച്ചറബ്ബിൽ തവക്കുലാക്കുന്നുവെങ്കിൽ ലറസഖകും, നിങ്ങൾക്ക് അവൻ റിസ്ക് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു അത്വയ്റു, ഒരു പക്ഷിക്കവൻ, കമാ യർസുഖു അത്വയ്റ, പക്ഷിക്കവൻ ഉപജീവനം നൽകുന്നത് പോലെ, തഗ്ദു ഖിമാസ വതറൂഹു ബിത്വാന, രാവിലെ വിശന്നൊട്ടിയ വയറുമായി കൂടുവിട്ടുന്ന പക്ഷി വൈകുന്നേരമാകുമ്പോഴേക്ക് വയറ് നിറഞ്ഞ് തിരിച്ചു വരുന്നുവല്ലോ. ആ പക്ഷിക്ക് എങ്ങനെയാണോ അല്ലാഹു തആല റിസ്ക് നൽകുന്നത്, അതുപോലെ റിസ്ക് നൽകുമെന്നാണ്. ഒരു പക്ഷിയും നാളെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇന്ന് ടെൻഷൻ ആവാറില്ല. നാളേക്കുള്ള ഭക്ഷണം ഇവിടെ കണ്ടുവെച്ച് ഇന്ന് വരാറില്ല. അടുത്ത ഒരു മാസത്തേക്കുള്ളത് അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഇനി അത് കഴിയുമ്പോൾ നോക്കിയാൽ മതി എന്ന് ഒരു പക്ഷിയും ചിന്തിക്കാറില്ല. രാവിലെ ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു, തേടി പോകണമെന്നർത്ഥം. കൂട്ടിലിരിക്കുകയല്ല, തവക്കുലാക്കി എന്നും പറഞ്ഞ് ആ കൂട്ടിലിരിക്കുകയല്ല, രാവിലെ പുറപ്പെടുന്നു, പോകുന്നു. എവിടുന്നാണ് ലഭിക്കുക? ആ ഭാഗത്തേക്ക് അങ്ങനെ സഞ്ചരിക്കുകയാണ്. എങ്ങനെ പോയാലും വൈകുന്നേരമാകുമ്പോഴേക്ക് വയറ് നിറഞ്ഞ് അതിന്റെ പുസ്തകം പ്രയോഗിച്ച് തിരിച്ചു വരുന്ന ആ പക്ഷി, ആ പക്ഷിക്ക് പടച്ചറബ്ബാണ് റിസ്ക് നൽകുന്നത്. കോടാനുകോടി ജീവജാലങ്ങൾക്ക് അല്ലാഹുവാണ് റിസ്ക് നൽകുന്നത്. എങ്കിൽ ശരിയായ വിധത്തിൽ നിങ്ങൾ റബ്ബിൽ തവക്കുലാക്കുന്നുവെങ്കിൽ ലറസഖകും, നിങ്ങൾക്കവൻ റിസ്ക് നൽകും. കമാ യർസുഖു അത്വയ്ർ, ആ പക്ഷിക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത് പോലെ എന്ന പ്രവാചകവചനത്തെ നാം ഒരു യഖീനോടെ, ബോധത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ എല്ലാ രംഗത്തും തവക്കുലിന്റെ പ്രഖ്യാപനമാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. രാവിലെ വിട്ടു നൽകുമ്പോൾ പോലും ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, എല്ലാം ഇതാ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. നമ്മൾ എത്ര വലിയ വമ്പന്മാരാണെങ്കിലും, എത്രയൊക്കെ സാമർത്ഥ്യവും എത്ര വലിയ സാമ്പത്തിക ശേഷിയും എന്തെല്ലാം ഏതെല്ലാം അർത്ഥത്തിലുള്ള സൗകര്യങ്ങളും ഉള്ളവരാണെങ്കിലും ശരി, നമ്മളാരും ഒന്നുമല്ല. ആ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്.
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ പേരിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്നാണ്. രാത്രി വന്ന് കിടക്കുമ്പോഴും അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക, ഇലാ റബ്ബേ, നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എന്റെ മുഖമില നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ എല്ലാ കാര്യങ്ങളെയും ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, നീയാണ് തീരുമാനമെടുക്കുന്നത്, നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നാളെ രാവിലെ ഞാൻ എന്റെ കടയിലേക്ക് പോകണമോ, ഓഫീസിലേക്ക് എത്തണമോ, ജോലിക്കിറങ്ങണമോ, റബ്ബാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. രാത്രി വന്ന് കടന്നുറങ്ങുമ്പോ അതും പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ദിക്റായി നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് കിടക്കാനാണല്ലോ. ഇലാ റബ്ബേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക, എന്റെ ശരീരമില നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്, എന്റെ മുഖമില നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു റബ്ബേ. വഫവ്വൽതു അംരി ഇലൈക, എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടും ആ റബ്ബ് ഞാൻ രാവിലെ എണീക്കാൻ തീരുമാനിച്ചാൽ എണീക്കും, അതല്ല എണീക്കേണ്ടതില്ലാണ് റബ്ബിന് തീരുമാനമെങ്കിൽ എണീക്കയുമില്ല. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക റഫഉ, നിന്റെ നാമത്തിലാ റബ്ബ് എന്റെ പാശം, എന്റെ ഭാഗം ഞാനിതാ വെച്ചിരിക്കുന്നു, നിന്റെ നാമത്തിൽ തന്നെ ഞാനത് ഉയർത്തുകയും ചെയ്യും. നീ പിടിച്ചു വെക്കുന്നുവെങ്കിൽ കാര്യം കാണിക്കണമേ, അതല്ല നീ രാവിലെ വീണ്ടും എനിക്ക് ജീവൻ നൽകി എന്നെ വിട്ടയക്കുന്നുവെങ്കിൽ നിന്റെ ഭാഗത്തുള്ള കാവൽ സംരക്ഷണം നൽകണേ എന്ന ആ വാക്കുകളൊന്നും കേവലമായി ചൊല്ലിപ്പറയുന്ന ആശയമറിയാതെ, അതിന് ഉദ്ദേശമറിയാതെ നാവ് കൊണ്ട് കേവലമായി ചൊല്ലിപ്പറയേണ്ടുന്ന, കാണാതെ പഠിച്ചു പറയേണ്ടുന്ന ചില വചനങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് യഖീനിൽ നിന്നാണ് അത് ഉണ്ടാവേണ്ടത്. പടച്ചവനെപ്പറ്റിയുള്ള ബോധ്യം. അല്ലാഹ് അലീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ ഖദീറാണ്, അവൻ ഖബീറാണ്, ലത്തീഫാണ്, ഹകീമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ്, എല്ലാത്തിനും കൃത്യമായ ഹിക്മത്തുള്ളവനാണ്. അവന്റെ ഖദറാണ് ഈ ലോകത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം മനസ്സിലുണ്ടാകുകയും അങ്ങനെയുള്ള റബ്ബിനെ ഏൽപ്പിച്ചാൽ എനിക്കവൻ മതി, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. തൗഹീദുള്ളവനെ തവക്കുലാക്കാൻ കഴിയും, യഖീനുള്ളവനെ തവക്കുലാക്കാൻ കഴിയും, പടച്ച റബ്ബിനെ കൃത്യമായി അറിഞ്ഞവനെ തവക്കുലാക്കാൻ കഴിയും. അല്ലാത്തവൻ തവക്കുല് നാവിൻ തുമ്പിൽ മാത്രമായിരിക്കും, കേവലമായ ചൊല്ലിപ്പറച്ചിൽ മാത്രമായിരിക്കും. അതിനപ്പുറത്ത് റബ്ബിന്റെ നാമങ്ങളെ, വിശേഷണങ്ങളെ, അവരുടെ പ്രവൃത്തികളെ, പടച്ച റബ്ബിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകാധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാള്, ആ റബ്ബിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരാള്, റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവനിലേക്ക് മാത്രം എല്ലാം സമർപ്പിക്കുന്ന, അവന്റെ മുമ്പിൽ മാത്രം വണങ്ങുന്ന തൗഹീദ് ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവന് അവർക്കല്ലാതെ മറ്റാർക്കാണ് തവക്കുലിന് സാധിക്കുക? അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്ര ചെറിയ കാര്യമാകട്ടെ, വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സാമ്പത്തിക വിഷയത്തിലോ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട, ലോകവുമായി ബന്ധപ്പെട്ട ഏതു കാര്യമാകട്ടെ, എവിടെയും ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, ആ പടച്ചറബ്ബിന്റെ തീരുമാനമാണ് എന്റെ കാര്യത്തിൽ നടക്കുന്നത്, അവന്റെ തീരുമാനമാണ് ലോകം മുഴുവനും നടപ്പാകുന്നത്. അവന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു ലവലേശം പോലും പടച്ചറബ്ബ് തീരുമാനിക്കാതെ പോകുന്നില്ല. ഒരു ഇല വീണാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. രേഖയിലില്ലാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ് ഖുർആന്റെ പ്രയോഗം. വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല പടച്ചറബ്ബിന്റെ കിതാബിൽ, രേഖയിൽ അത് ഉണ്ടായിക്കൊണ്ടല്ലാതെ. എത്ര ലക്ഷക്കണക്കിന് ഇലകളാണ് ഓരോ നിമിഷവും വ്യത്യസ്ത മരങ്ങളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അതുപോലും പടച്ചറബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്രകാരമല്ലാതെ ഒരു ഇല പോലും താഴോട്ട് വീഴുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ ആ നിലക്കുള്ള ബോധ്യം പടച്ചറബ്ബിനെ പറ്റി ഉണ്ടാകാനാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഒന്നുകൂടെ ശ്രമിക്കേണ്ടത്. റബ്ബിനെ അറിയുക, അവനെ പഠിക്കുക, അവന്റെ നാമങ്ങളെ പഠിക്കുക, വിശേഷണങ്ങളെ പഠിക്കുക, ആ റബ്ബിനെ പറ്റി ഹുസ്നുൽ ദന്ന്, സൽവിചാരം വെച്ച് പുലർത്തുക. തെറ്റായ വിചാരങ്ങൾ, സുഖം മോശമായ വിചാരങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക. എങ്കിൽ തൗഹീദുള്ള, യഖീനുള്ള, പടച്ചറബ്ബിനെ പറ്റി മഅരിഫത്തുള്ള ആളുകൾക്ക് തീർച്ചയായും പരിപൂർണമായ തവക്കുൽ നിർവഹിക്കാൻ കഴിയും. അതോടുകൂടി സമാധാനം, സംതൃപ്തിയും വല്ലാത്തൊരു മാനസികമായ ഐശ്വര്യവും അനുഭവിക്കാൻ തീർച്ചയായും കഴിയും. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളും ആ പടച്ചറബ്ബിലേക്ക് അവൻ മടക്കുന്നു. എന്തു സംഭവിച്ചാലും ആ റബ്ബിലേക്ക് അവൻ മടക്കുന്നു. പിന്നെ അവൻ ടെൻഷനില്ല, പിന്നെ അവന് പ്രയാസങ്ങളില്ല, പിന്നെ അവന് അതിൽ അസംതൃപ്തിയില്ല. എന്തു വന്നാലും അലല്ലാഹ് റബ്ബിനെ ഏൽപ്പിച്ചതാണ്. ആ പടച്ചറബ്ബിന്റെ തീരുമാനമാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ,
നബി തങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാ എന്നാണ്. എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാ, എല്ലാത്തിനും അൽഹംദുലില്ലാ. അത് സമാധാനമുള്ള മനസ്സിൽ നിന്ന് അത് ഉണ്ടാവുകയുള്ളൂ. നിർഭയത്വമുള്ള, സംതൃപ്തിയുള്ള, തവക്കുലുള്ള, യഖീനുള്ള മനസ്സിൽ നിന്ന് ആ അൽഹംദുലില്ലാ വരികയുള്ളൂ. അതല്ലെങ്കിൽ പടച്ച റബ്ബിനെ പറ്റിയുള്ള ദുഷിച്ച തെറ്റായ വിചാരങ്ങളാകും പലപ്പോഴും കടന്നു വരിക. അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സറിഞ്ഞു മടങ്ങാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാ ഖദർ, അവന്റെ വിധിയും തീരുമാനവും പ്രകാരം മാത്രമാണ് ഈ ലോകം മുഴുക്കയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തവക്കുലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നേരത്തെ ഓതി വെച്ച ആയത്തും അവസാനിക്കുമ്പോൾ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റ എന്നാണ്. എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖദർ നിശ്ചയിച്ചിരിക്കുന്നു. പടച്ച റബ്ബിന്റെ ഖദറില്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. ആ എല്ലാ ഖദറിനും പിറകിൽ പടച്ച റബ്ബിന്റെ മശീഅത്ത്, ഉദ്ദേശമുണ്ട്. അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അല്ലാഹു ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതിനെല്ലാം പിറകിൽ പടച്ച റബ്ബിന്റെ ഹിക്മത്തുണ്ട്. അവൻ നിശ്ചയിച്ച ചില തത്വങ്ങൾ അതിനെല്ലാം ഉണ്ട്. ഹിക്മത്തില്ലാതെ പടച്ച റബ്ബ് ഒന്നും ഉദ്ദേശിക്കുന്നുമില്ല. ഇത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസത്തിന്റെ ഭാഗമാണ്. പിഴച്ചുപോയ പല സംഘങ്ങളും മുഅ്തസിലികളെപ്പോലെ, ജഹ്മികളെപ്പോലെ, ജബരികളെപ്പോലൊക്കെയുള്ള ആദ്യകാലത്തുണ്ടായിരുന്ന പിഴച്ചുപോയ സംഘങ്ങൾ, അവരൊക്കെ തെറ്റിന് വരപ്പോഴും ഈ രംഗത്താണ്. പടച്ച റബ്ബ് ഏത് കാര്യം ചെയ്യുന്നുവെങ്കിലും അത് ഖദറിന്റെ ഭാഗമാണ് എന്നാണ് അഹ്ലുസുന്ന വിശ്വാസം. ഖദരികൾ പിഴച്ചവിടെയാണ്, അങ്ങനെ ഖദറൊന്നുമില്ല എന്നാണ് ഖദരികൾ പറഞ്ഞത്. പടച്ച റബ്ബിന്റെ തീരുമാനമൊന്നുമില്ല, അതിന് ഖദറൊന്നുമില്ല, അതൊക്കെ അങ്ങനെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ശരിയല്ല. ആ ഖദർ പടച്ച റബ്ബിന്റെ മശീഅത്ത് പ്രകാരമാണ്, ഉദ്ദേശപ്രകാരമാണ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നുമില്ല. മനുഷ്യർ ഉദ്ദേശിക്കണമെങ്കിൽ പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശം വേണമെന്നാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശം വേണം. അല്ലാഹുവിന്റെ മശീഅത്തില്ലാതെ, അല്ലാഹു ഉദ്ദേശിക്കാതെ ലോകം തന്നെ ഇല്ല. ലോകത്തെ ഒരു പോയിന്റ് പോലും സംഭവിക്കുന്നുമില്ല. ഇത് ആ മശീഅത്താവട്ടെ, ആ ഖദറാകട്ടെ, പടച്ച റബ്ബ് വെറുതെ നിശ്ചയിച്ചതല്ല. വെറുതെ തീരുമാനിച്ച് വെറുതെ ചെയ്ത് എന്തിനാ ചെയ്ത് ഒന്നുമില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും പടച്ച റബ്ബിന് ഒരു ഹിക്മത്തുൻ ബാലിഗ. അല്ലാഹു ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്, തത്വജ്ഞാനമുള്ളവനാണ്. എല്ലാത്തിനും കൃത്യമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിശ്ചയിക്കുന്നത്. മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ ഒരു അടിസ്ഥാനവുമില്ലാതെ, ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ചെയ്തു കൂട്ടുന്നത് ആ രീതിയല്ല അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ പലതും ചെയ്യുമ്പോഴാണ് അത് അബദ്ധമായി പോയി, ഇത് വേണ്ടിണ്ടായിരുന്നില്ല, അത് അവൻ പറഞ്ഞപ്പോഴാ ശ്രദ്ധയിൽ വന്നത്. അത് മനുഷ്യന്മാർക്കുള്ള കുറവാണ്, പോരായ്മകളാണ്. പടച്ച റബ്ബിന് അതില്ല. അല്ലാഹു കമാലിയത്തുള്ളവനാണ്, പരിപൂർണനാണ്. അവന്റെ എല്ലാ വിശേഷണങ്ങളും പരിപൂർണമായതാണ്. അവനെല്ലാ നാമങ്ങളും ഹുസ്നയാണ്. അൽ അസ്മാഉൽ ഹുസ്ന എന്നാണ്. ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളാണ് പടച്ച റബ്ബിനുള്ളത്. വെറുതെ ഒരു പേര് അല്ലാഹുക്ക് ഉണ്ടാവില്ല. നമ്മൾ വെറുതെ പേരിടും, ഒരു അർത്ഥവുമില്ലാത്ത പേരിടും. എന്തിനാ പേര് അറിയില്ല, എവിടുന്ന കേട്ടപ്പോ തരക്കടില്ല, ആ പേരിടുക. കുറെ കൊല്ലം കഴിഞ്ഞിട്ടാ മനസ്സിലാകുക അതിന്റെ അർത്ഥം വളരെ മോശമാണ്. അത് മനുഷ്യന്മാരെ ഒരു പോരായ്മയാണ്. പടച്ച റബ്ബിന് അങ്ങനത്തെ നാമങ്ങളില്ല. വലഹു സിഫാത്തുൽ ഉലാ, അത്യുന്നതമായ സിഫത്തുകളാണ് അല്ലാഹു തആലക്കുള്ളത്. റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും ഏറ്റവും വലിയ ഉന്നതമായ വിശേഷങ്ങളാണ്. എല്ലാ നാമങ്ങളും ഹുസ്നയാണ്, ഏറ്റവും മെച്ചപ്പെട്ട മികച്ച
നാമങ്ങളാണ്, അല്ലാത്ത നാമങ്ങളില്ല. റബ്ബിന്റെ നാമങ്ങളെല്ലാം വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ നാമങ്ങൾ നമ്മുടെ വിശേഷണവുമായി യാതൊരു യോജിപ്പുമില്ലാത്ത നാമങ്ങൾ പോലും ഉണ്ടാവും. കരീം എന്ന് പേരിടും. കരീം എന്ന ഔദാര്യമാണെന്നാണ്, ഷാള് മഹാപിശുക്കരായിരിക്കും. ആദിൽ നീതിമാനെന്നാണ്, ചെയ്യുന്നത് മുഴുവൻ അനീതിയായിരിക്കും. സ്വാദിഖ് സത്യസന്ധനെന്നാണ്, പക്ഷെ പറയുന്നതെല്ലാം കളവായിരിക്കും. നമ്മളെ പേരും ചെയ്തിയും യോജിക്കണമെന്നില്ല. പടച്ചറബിന്റെ പേരുകളെല്ലാം അവന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്നുണ്ട്. വിശേഷണമില്ലാത്ത പേരില്ല, സിഫത്തില്ലാത്ത പേരുകൾ അല്ലാഹു തആലാക്കില്ല. സമീ എന്ന് പറഞ്ഞാൽ സമഉണ്ട്, പരിപൂർണമായ കേൾവിയാണ്. യാതൊരു കുറവുമില്ലാത്ത, യാതൊരു പോരായ്മയുമില്ലാത്ത കാമിലായ സമഅ്, പരിപൂർണമായ കേൾവി, പരിപൂർണമായ ഇൽമ്, അതാണ് അലീം. അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ എന്നാണ്. എല്ലാത്തിനെ കുറിച്ചും നന്നായി വലയം ചെയ്തറിയുന്നവനാണ് അല്ലാഹു തആല എന്നാണ്. റബ്ബറിയാത്ത ഒന്നുമില്ല, അവൻ കേൾക്കാത്ത ഒന്നുമില്ല, അവൻ കാണാത്ത ഒന്നുമില്ല, അവന്റെ കുദത്തിൽ പെടാത്ത ഒന്നുമില്ല. പടച്ച റബ്ബിന്റെ നാമഗുണ വിശേഷങ്ങൾ ആ നിലക്കുള്ളവയാണ്. അതിൽപ്പെട്ട നാമമാണ് ഹക്കീം. അല്ല ഹിക്മത്തുള്ളവനാണ്, അവനാണ് ഹിക്മത്തുൽ ബാലിഗ. അതുകൊണ്ട് റബ്ബ് ചെയ്യുന്ന ഏത് ചെയ്തിയും കൃത്യമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വെറും പണി പടച്ച റബ്ബ് ചെയ്യുകയില്ല. മഴ പെയ്താലും വെയിലടിച്ചാലും ആര് ജനിച്ചാലും മരിച്ചാലും തുടങ്ങി എന്തു കാര്യം ദുനിയാവിൽ നടന്നാലും ശരി, അതെല്ലാം പിറകിൽ പടച്ച റബ്ബിന് കൃത്യമായ ചില തത്വങ്ങളുണ്ട്. അത് റബ്ബിന്റെ മശീഅത്ത് ഉദ്ദേശമുണ്ട്. അത് റബ്ബ് കണക്കാക്കിയതാണ്, ഖദറുള്ളതാണ്. ആ ഖദറടിസ്ഥാനത്തിലല്ലാതെ, അവന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ, ഒരു ശരിയായ ഹിക്മത്തിന് വേണ്ടിയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യുന്നില്ല. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാം അവൻ അഹ്സന, നന്നാക്കി ചെയ്തിരിക്കുന്നു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റവ്യത്യാസം പോലും കാണാൻ കഴിയില്ല. ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, നീ മടക്കി നോക്കിക്കോ, വല്ല പോരായ്മയുമുണ്ടോ, വല്ല വിടവുമുണ്ടോ നോക്കിക്കോ. സുമ്മർജിൽ ബസറ കറതൈൻ, വീണ്ടും വീണ്ടും നീ മടക്കി നോക്കിക്കോ, എവിടെയെങ്കിലും വല്ല കുറവുമുണ്ടോ? ഇല്ല. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിയം വഹുവ ഹസിയം, നിന്റെ കണ്ണ് മടങ്ങിപ്പോരുമെന്നല്ലാതെ എന്തെങ്കിലും തഫാവുത്ത്, ഒരു ഏറ്റവ്യത്യാസം പടച്ച സൃഷ്ടിപ്പിൽ കാണാൻ കഴിയില്ല. എത്ര വലിയ വിദഗ്ധനായ മനുഷ്യരാണെങ്കിലും അവൻ ഉണ്ടാക്കിയ ഏത് ചെയ്തിയിലും എന്തെങ്കിലും പോരായ്മകൾ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടുപിടിക്കും. നല്ല കെട്ടുറപ്പുള്ള കൺസ്ട്രക്ഷനാണ്, ഏറ്റവും നല്ല നിർമ്മാണമാണ്, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചത്, എന്നാലും ശരി കുറച്ചൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ തലമുറ മാറുമ്പോൾ ഇതിന്റെ പോരായ്മകൾ കാണും. അവസാനം അത് പൊടിച്ച് രണ്ടാമത് നിർമ്മിക്കേണ്ടി വരും. ഏത് കാര്യമെന്ന് മനുഷ്യന്റെ ഏത് പ്രവൃത്തിയും അങ്ങനെയാണ്. പടച്ചറബ് അങ്ങനെയല്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, ഇത് ബോധ്യപ്പെട്ട ആൾക്ക് അല്ലാഹുവിൽ തവക്കുലാക്കാൻ കഴിയും. അതാ ഖദാ ഖദറും തവക്കുലും തമ്മിൽ ബന്ധമുണ്ട്. ഖദാ ഖദറും യഖീനും തമ്മിൽ ബന്ധമുണ്ട്. അല്ലാഹുവിനെ പറ്റിയുള്ള അറിവും തവക്കുലും തമ്മിൽ ബന്ധമുണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ കേവലം നമ്മൾ അല്ലാഹുവിനെ തവക്കുലാക്കി എന്ന് പറഞ്ഞ തവക്കുലാവൂല. അതുകൊണ്ട് റബ്ബിനെ അറിയണം, അഖീദ പഠിക്കണം. പടച്ച റബ്ബിനെ പറ്റിയുള്ള നാമഗുണ വിശേഷണങ്ങൾ, അവനെ കുറിച്ച് അറിയേണ്ട, പഠിക്കേണ്ട, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അതൊക്കെ മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാൻ, സമാധാനം വർദ്ധിക്കാൻ, നിർഭയത്വം വർദ്ധിക്കാൻ, മേൽക്കുമേലെ പ്രതിസന്ധികൾ ഒന്നാകെ നാല് ഭാഗത്തു നിന്നും ഒന്നാകെ വരുമ്പോൾ നമ്മളെ കാര്യം കഴിഞ്ഞു എന്നല്ല വിചാരിക്കുന്നത്. അത് സൂഖുൽ തന്നെയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദ് എന്ന കിതാബിൽ വളരെ വിശദമായി പടച്ച റബ്ബിനെ പറ്റിയുള്ള തെറ്റായ വിചാരങ്ങൾ, ദുർവിചാരങ്ങളുടെ വ്യത്യസ്തമായ പ്രകടമായ രൂപങ്ങളെ ഉദാഹരണ സഹിതം പേജ് കണക്കിൽ അദ്ദേഹം വിശദീകരിച്ച് കാണാൻ കഴിയും. ആളുകളെ നാവിൽ സാധാരണ വരുന്ന അത്തരം ചില പ്രയോഗങ്ങൾ, അല്ലാഹുവിനെ പറ്റിയുള്ള മോശം വിചാരങ്ങൾ വളരെ വിശദമായി അത് എല്ലാ വിശദാംശങ്ങളെയും അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ധാരാളമായി പറഞ്ഞു പോകുന്ന അത്തരം പദപ്രയോഗങ്ങൾ, ഉണ്ടാകുന്ന ചില വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മൾക്ക് എന്താ അല്ലങ്ങനെ, എന്റെ പെന്റെ കാറ്റങ്ങനെ ഉണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അല്ലത് അങ്ങനെ ആയത്, എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചത്, പല വിഷയങ്ങളും വ്യക്തിജീവിതം മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ, ഫലസ്തീൻ അടക്കമുള്ള കാര്യങ്ങൾ എന്താ ഇപ്പൊ എല്ലാവരും ദ്വാരന്നിട്ടും ഉത്തരമില്ലല്ലോ, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എന്റെ റബ്ബ് ഉത്തരം ചെയ്യാത്തത്? അത് തെറ്റായ വിചാരമാണ് അല്ലാഹുവിനെ പറ്റുക. എന്റേത് അങ്ങനെയാക്കി അല്ലാഹു തആലക്ക് മശീഅത്തുണ്ട്, റബ്ബിന് ഹിക്മത്തുണ്ട്, റബ്ബിനതിൽ ഖദാ ഖദറിന്റെ ഭാഗമായിട്ടുണ്ട്. അല്ലാതെ അല്ലാഹു ചെയ്തപ്പോ എന്തൊരു അബദ്ധം പറ്റിപ്പോയി, നമുക്കാണ് അബദ്ധം മനസ്സിലായത് എന്ന ആ തോന്നലാണെങ്കിൽ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന തെറ്റായ
ചിന്തയാണ്. ദന്നൽ ജാഹിലിയ എന്നുള്ള വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വതളുന്നൂന ബില്ലാഹി ദന്ന സൗഇ ദന്നൽ ജാഹിലിയ, അല്ലാഹുവിനെ പറ്റി നിങ്ങൾ മോശമായ വിചാരം വെച്ചിരുന്നു, ജാഹിലിയ കാലത്തെ വിശ്വാസം എന്നാണ് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ആ വിചാരമൊക്കെ നമ്മുടെ യഖീനെ ബാധിക്കും, തവക്കുലിനെ ബാധിക്കും. നിസ്കരിക്കണൊക്കെ ഉണ്ടാകും, പള്ളി വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധി വരുമ്പോഴേക്ക് ആകെ ബേജാറായി, എല്ലാം കൂടി ടെൻഷനായി, പിന്നെ ഉറക്കൂല, ഊണില്ല, ഓനാകെ ടെൻഷനായി എടുക്കുന്ന സാഹചര്യം അത് വിശ്വാസിക്കുണ്ടാവില്ല. തീയിലേക്ക് എറിയപ്പെടുമ്പോഴും ഹസ്ബി അല്ലാ, എനിക്കല്ല മതി എന്ന് വെറുതെ പറഞ്ഞതല്ല, ഒരു സമാധാനക്കേട് പോലുമില്ല. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൻ നഷ്ടപ്പെട്ട പറഞ്ഞില്ലേ, ഫസബറുൻ ജമീൽ, ഫസബറുൻ ജമീൽ, ജമീലായ ക്ഷമ എന്നാണ്. അത് യഖീന്റെ ഭാഗമാണ്, തവക്കുലിന്റെ ഭാഗമാണ്. സബർ പലതരത്തിലാണ്, അത് ഏറ്റവും ഉന്നതമായ ക്ഷമയാണ് സബറുൻ ജമീൽ. എന്താ സബറുൻ ജമീൽ? തഫ്സീറിൽ കാണാം, അല്ലദീ ലാ ശക്വ മഅഹു, ഒരു പരാതി പോലും പറയാത്ത ക്ഷമ, അതാണ് സബറുൻ ജമീൽ. പരാതി പറയില്ല, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇടങ്ങാറും എപ്പോഴും ഇങ്ങനെ വിളിച്ചുപോലെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ അത് ക്ഷമല്ല. ഫസബറുൻ ജമീൽ, സ്വന്തം മകൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്ത വരുമ്പോഴാണ് സബറുൻ ജമീൽ, ജമീലായ ക്ഷമ, ഞാൻ ക്ഷമിക്കുന്നു, ഒരു ആവരാതി പോലുമില്ല, ഒരു പരാതി പോലുമില്ല. എന്റെ ഞാൻ നബിയായിട്ട് എന്നോട് വേണോ ഇങ്ങനെ, എന്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ, ആ തോന്നൽ പോലുമില്ല. പടച്ച റബ്ബ് അതിലൊരു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും, അല്ലാഹു തആല അതിലെന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതാണ് റബ്ബിനെ പറ്റിയുള്ള സൽവിചാരം, ഹുസ്നുൽ ദന്ന്. ആ നിലക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഏതു ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഭരണകക്ഷ രംഗത്തിനായാലും വേണ്ടില്ല, ലോകാടിസ്ഥാനത്തിനായാലും വേണ്ടില്ല, വ്യക്തിജീവിതത്തിനായാലും വേണ്ടില്ല, ഏതു മേഖലയിലും ഒന്നാകെ പിടിച്ചു കുലുക്കുന്ന പ്രതിസന്ധികൾ എന്ന് വിചാരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബിലേക്കെല്ലാം, ആ റബ്ബിലേക്കെല്ലാം ഏൽപ്പിക്കുന്നു. എത്ര വലിയ മുസീബത്ത് ബാധിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് സമാധാനമാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നമ്മൾ പ്രഖ്യാപിച്ചത് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അവസാനം വന്ന് കിടന്നുറങ്ങാൻ നേരത്ത് കിടന്ന് എല്ലാം ചൊല്ലി പറഞ്ഞ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കും അതാണ്, വഫവ്വൽതു അംരി ഇലൈക, അപ്പേ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു ദിക്റായും കേവലം ഒരു ചൊല്ലിപ്പറച്ചിലായി മാറിക്കൂടാ. അത് മനസ്സറിഞ്ഞ അള്ളാഹിനെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് പറയുന്ന തൗഹീദ് പ്രകാരമുള്ള ഒരു പ്രഖ്യാപനമാകണം. അവർക്കാണ് സമാധാനം, അവർക്കാണ് നിർഭയത്വം. ആ നിലക്കുള്ള റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ശരിയായ വിശ്വാസികളിൽ, മുവഹിദുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.